കിട്ടുമല്ലേ? ഇവിടുന്ന് മാത്രമല്ല, എൻ്റെ ചോദ്യത്തിൽ നിന്നും. ജാമ്യം കിട്ടിയാലും ഇവിടെ വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പൊ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരും. എനിക്ക് കാണണം നിന്നെ. എന്താ മാഡം, ഇവള് പിന്നെയും കുഴപ്പമുണ്ടാക്കുവാണോ? ഏയ്, ലീലാമ്മ കുഴപ്പക്കാരിയൊന്നുമല്ല. ജാമ്യം കിട്ടുമല്ലോ അല്ലേ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും കിട്ടും. ഈ ഇടപെടലെന്ന് പറയുമ്പോ പോലീസ് എഴുതി കൊടുക്കുന്ന ചാർജ് ഷീറ്റ് അനുകൂലമല്ലെങ്കിൽ ചിലപ്പോ മജിസ്ട്രേറ്റിന് ഒരു സംശയം തോന്നാം. അങ്ങനെ വന്നാൽ അത് ബുദ്ധിമുട്ടാവും. ആ ACP മാത്ര എനിക്ക് പേടി. അമ്മേ, ജാമ്യം കിട്ടും സുമംഗലേ, ഉറപ്പാ. ജാമ്യം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ ഈശ്വരന് വിടാം. രണ്ടുപേരും കൂടി ഇവിടെ നിന്നിങ്ങനെ പരിഭ്രമിക്കണ്ട. അമ്മേ, ആവശ്യത്തിൽ കൂടുതൽ പണം വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കോടതി പറയുന്ന തുക കെട്ടിവെക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയില്ലേ അമ്മേ? ഭഗവാനെ, സർവേശ്വര, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോകുന്ന ഒരാളാ ഞാൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എന്റെ മനസ്സിൽ ഇന്ന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക ഞാൻ. എന്റെ അമ്മയ്ക്ക് ജാമ്യം കിട്ടണേ ഈശ്വര. മതിയടി മൈഥിലി, നീ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചാലൊന്നും അങ്ങേര് കേൾക്കില്ല. ഈ ഭൂലോകത്തുള്ള ആളുകളുടെ പരാതി മുഴുവനും പരിഗണിക്കാൻ നോക്കിയ ഭഗവാൻ കഷ്ടപ്പെട്ടു പോവും. ദൈവത്തിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ നീ നിന്ന് പ്രാർത്ഥിക്ക്. എത്ര പ്രാർത്ഥിച്ചാലും തള്ളയ്ക്ക് ജാമ്യം കിട്ടാനൊന്നും സാധ്യതയില്ല. അകത്ത് പോവും. പോവില്ല. കോടതിയില് കാശ് കെട്ടിവെക്കും. അതിനല്ലേ ഈ കഷ്ടപ്പെട്ടതൊക്കെ. ആ കാശും പോവാനാ സാധ്യത. കാശ് മേടിച്ച് കോടതി സർക്കാരിൽ അടയ്ക്കാനുള്ളതൊക്കെ അടയ്ക്കും. എന്നുവെച്ച് വഞ്ചനാ കുറ്റം മാറില്ലല്ലോ. മിനിമം ഒരു 7 വർഷമെങ്കിലും അകത്തായിരിക്കും. നിന്റെ ആഗ്രഹമല്ലേ നീ പറയുന്നേ? അതെ. കാർന്നോമാരെ ഇന്ന് കുടുംബത്തിന് ആവശ്യമില്ല. പ്രായമായി കഴിഞ്ഞാ വല്ല വൃദ്ധസദനത്തിലേക്കും വിടണം, അല്ലെങ്കിൽ തട്ടിപ്പോണം. ചുമ്മാ ശാഠ്യവും വഴക്കും തീറ്റയൊക്കെ ആയിട്ട് വേസ്റ്റുകള്. നിനക്കും എന്തെങ്കിലും പ്രായമാവും. ആശ്രയിക്കേണ്ട കാലം വരുമ്പോ ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലാതെ കുടുംബത്തിനൊരു ബാധ്യതയായിരിക്കില്ല. ഭഗവാനെ, മൈഥിലി, എന്തായി അരവിന്ദേട്ടാ ജാമ്യം? കിട്ടി. ഈശ്വര, ഈശ്വരനെ നമ്മുടെ പ്രാർത്ഥന കേട്ടു. അമ്മയ്ക്ക് ജാമ്യം കിട്ടി. ഇപ്പൊ ആനന്ദ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ടെൻഷനായിരുന്നു. ഇത്രയ്ക്കും പേടിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല. ഈശ്വരനുണ്ട്. ഈശ്വരനെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി വേണം കുളിച്ച് വല്ലതും കഴിക്കാൻ. വിശപ്പും ദാഹവും ഒന്നുമില്ലായിരുന്നു. നീ വല്ലതും കഴിക്കാൻ എടുത്തു നോക്കിയ. ഇപ്പൊ എന്തായടി? ദൈവം പരാതി കേൾക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്?
എനിക്കിപ്പോ ദൈവവിശ്വാസം കൂടി കൂടി വരിക. ഇപ്പൊ അമ്മയ്ക്ക് ജാമ്യം കിട്ടിയത് കണ്ടോ? നീയല്ലേ പറഞ്ഞത് അകത്ത് പോകുന്നു? നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്താ വേണ്ടെന്ന് ഇപ്പൊ കണ്ടോ? അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ. ഇതോടെ നിന്റെ അവസാനമായിരിക്കും. അമ്മേ അമ്മേ ഒരു പേടിയായിരുന്നു അമ്മേ മനസ്സില്. ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വീണ് പോയനെ. എനിക്ക് ഉറപ്പായിരുന്നു ജാമ്യം കിട്ടുമെന്ന്. അറ്റ കൈക്ക് കാനാടി പടത്തിലേക്കല്ലേ ഞാൻ നേർച്ച നേർന്നത്. ചുമ്മാ പറയണമ്മേ, ഉണ്ണിയമ്മയ്ക്കായിരുന്നു ഏറ്റവും പേടി. ഒന്ന് പോടാ, അത് പിന്നെ കുറച്ച് പേടി ആർക്കായാലും കാണില്ലേ. എന്നാ ശരി, നമുക്ക് പോവാം. അങ്ങനെ പോവാൻ പറ്റുമോ? ജയിലിൽ ചെന്ന് ഒപ്പിട്ടിട്ട് വേണം പോവാൻ. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അല്ല അമ്മ നിങ്ങളുടെ വണ്ടി വരണമെന്നുണ്ടോ? അങ്ങനെയാണ് നിയമം. നിർബന്ധമാണെങ്കിൽ നിർബന്ധമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വന്നോളാം. മോൻ അങ്ങോട്ട് വന്നാ മതി. ബാലാമണിക്ക് എല്ലാ ടെസ്റ്റുകളും നോർമലാ. ഡിസ്ചാർജ് ചെയ്യാം. എന്നുവെച്ച് വീട്ടിൽ ചെന്നാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. ബാലാമണി എങ്ങോട്ടാ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല മോളെ. പ്രൊഫസറും കൂടി ഇങ്ങ് വരട്ടെ. അഭിയടുത്തിയുടെ കാര്യം എങ്ങനെയാ? എത്ര ദിവസമായി വീട്ടിൽ പോയിട്ട്? പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചോ? കാർത്തിക്കിന്റെ തീരുമാനം പോലെ ഇരിക്കും. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ വീട്ടിൽ പോവും. കാർത്തിക്കിനും ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുന്ന് ഇറങ്ങും. അത് എന്നത്തേക്കുമായിരിക്കും. എല്ലാ കാര്യങ്ങളും ശരിയായി. ഇനി എല്ലാം ശരിയാവും. സുമംഗലയ്ക്ക് ജാമ്യം കിട്ടി. ഓവോ, ഈശ്വര രക്ഷിച്ചല്ലോ. അച്ഛൻ ഇപ്പോഴാ മോളെ സമാധാനായത്. അച്ഛനോ? ആരുടെ അച്ഛൻ? അങ്ങനൊരു വാക്ക് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? പറ്റില്ല. ഈ ജീവിതത്തിൽ എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവും ഇല്ല. കാർത്തു, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനെ അംഗീകരിക്കാൻ മകൾക്ക് തോന്നണ്ടേ? അതിന് ഞാനിനി എന്ത് ചെയ്യണം? നിങ്ങൾ കാരണം തെരുവിൽ കിടന്ന് മരിച്ച എന്റെ അമ്മയെ ജീവിപ്പിച്ചു തരണം. കഴിയോ? ഇല്ല. എന്നെക്കൊണ്ട് കഴിയുന്നത് എന്ത് ചോദിച്ചാലും എൻ്റെ മോൾക്ക് ഞാൻ തരും. എൻ്റെ ജീവൻ വേണമെങ്കിൽ അതും. മോളെ വേണ്ട, ഒന്നും പറയണ്ട. അമ്മ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് അമ്മ തന്നെയാ. പിന്തിരിപ്പിക്കരുത്. ഇന്നിവിടെ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ തീരുമാനിച്ചുറച്ചതാ അല്ലേ? അതെ. എന്താ
കയറി വരാത്തത്? വേണ്ട, സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ കാർത്തിക് ഒന്നും പറയാത്തെ? അഭിയല്ലേ പറയേണ്ടത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ? എന്നെക്കുറിച്ചോ എൻ്റെ വീടിനെക്കുറിച്ചോ അങ്ങോട്ടേക്ക് വരുന്നതിനെക്കുറിച്ചോ ഒന്നും? എത്ര ദിവസമായി അഭി വീട്ടിൽ നിന്ന് പോന്നിട്ട്? എത്ര ദിവസമായി അഭി എന്നെ ഫോണിലെങ്കിലും ഒന്ന് വിളിച്ചിട്ട്? എന്റെ മാനസികാവസ്ഥ ശരിയായിരുന്നില്ല. ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ കാർത്തിക്കിന്? യെസ്, അങ്ങനെ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് മത്സരിക്കാതിരിക്കാനാണല്ലോ ഇപ്പം ഞാൻ നേരിട്ട് വന്നത്. ഇനി പറ, എന്താ അഭിയുടെ തീരുമാനം? എൻ്റെ വീട്ടിലേക്ക് വരുന്നോ അതോ ആ വീട് ഉപേക്ഷിച്ചോ? എൻ്റെ കൂടെ വരുന്നോ അതോ എന്നെ ഉപേക്ഷിച്ചോ? എന്തായാലും അഭി തുറന്നു പറഞ്ഞോളൂ. ഉത്തരം എന്തായാലും അത് ഫേസ് ചെയ്യാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു. കാർത്തിക്, എനിക്ക് കാർത്തിക്കിനോട് ഇഷ്ടക്കുറവില്ല. ബട്ട് കാർത്തിക്കിന്റെ രീതികൾ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബം മറക്കണമെന്നാണോ? ഇത് നമ്മൾ പല പ്രാവശ്യം സംസാരിച്ച വിഷയം. ആ വീട്ടിൽ ഇനി എനിക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റുമെന്ന് കാർത്തിക്കിന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ ജീവിച്ചാൽ. ചേച്ചിയുടെ അടിമയാവണം അല്ലേ? അല്ല, എനിക്ക് കുടുംബത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റൂ. എങ്ങനെ നടക്കും ഇനിയത്? നടക്കും. അതിന് ഒരു നല്ല മാർഗം എൻ്റെ മനസ്സിലുണ്ട്. എന്താ? ആദ്യം അഭി വീട്ടിലേക്ക് വാ, എന്നിട്ട് പറയാം. അവര് കയറ്റിയില്ലെങ്കിലോ? കയറ്റിയില്ലെങ്കിലും അഭി ബലമായിട്ട് വീട്ടിനകത്ത് കയറണം. അവരൊന്നും ചെയ്യില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ കാർത്തിക്കിന്റെ മനസ്സിൽ? പറയാം, സ്വസ്ഥമായിട്ട് പറയാം. വീട്ടിൽ വന്നിട്ട്. കാർത്തിക് പോയിക്കോളൂ, ഞാൻ വരാം. ഇതൊന്ന് തുറക്കൂ. വേണ്ട, കേറണ്ട. ഒരിക്കൽ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കയറരുത്. ശാപം പിടിച്ച് അറിയാ ജയിൽസെല്ല്. ഇറങ്ങുന്നവരെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരോടും പ്രത്യേകം യാത്ര പറയുന്നില്ല. ആർക്കും ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട്. ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ അമ്മേ? പറ്റും. എൻ്റെ വീട് ഞാൻ പറഞ്ഞു തന്നില്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയ അങ്ങോട്ട് വരണം. പഠിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരും. ഇറങ്ങട്ടെ. ആ, ശരി. അങ്ങനെ അഴികൾക്കുള്ളിൽ നിന്ന് മോചനം കിട്ടിയല്ലേ? കിട്ടിയില്ലെങ്കിൽ ഇതിനോട് പൊരുത്തപ്പെടാനും എനിക്ക് കഴിഞ്ഞിരുന്നു. ജയിലിൽ എന്നെ പഠിപ്പിച്ചത് 52 വർഷം കൊണ്ട് ഞാൻ ജീവിതത്തിൽ പഠിക്കാത്ത പാഠങ്ങളാ. ഒരു കാര്യം ബോധ്യമായി സാർ, ഇതും കടന്നുപോവും. ഏതവസ്ഥയും കടന്നുപോവും. കാലങ്ങൾ മാറി മാറി വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും കടന്നുപോവും. ശാശ്വതമായിട്ടുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ, നമ്മൾ പകർന്നു കൊടുത്തിട്ട് പോകുന്ന സ്നേഹം. ആ, ഒപ്പിട്ടോളൂ.
ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാഡത്തിനു വേണ്ടി. ജയിലിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭീകരമായൊരു അന്തരീക്ഷമായിട്ടാ തോന്നുക. അതില്ലാതാക്കിയത് സാറാ. നന്ദിയുണ്ട് എന്നോട് സ്നേഹം കാണിച്ചതിന്. ഇനി ഒരിക്കലും ഇതിനകത്തേക്ക് വരാനുള്ള വിധി ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരു നിമിഷത്തെ ദേഷ്യത്തിന് തെറ്റ് ചെയ്തു പോയവർക്ക് വേണ്ടി, ഒരു ചാൺ വയറിന് വേണ്ടി കട്ടെടുത്തവർക്ക് വേണ്ടി, ഒരു ഗതിയുമില്ലാതെ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി, സാറിനെ പോലെ ഈ മതിൽക്കെട്ടിനുള്ളിൽ സ്നേഹം വിളമ്പുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ. ദിവസവും ഒരു തവണയെങ്കിലും. എന്നാ ഞാൻ പോട്ടെ. ശരി. ആ, എനിക്ക് ലീലാമ്മയൊന്ന് കാണണം. കണ്ടൊന്ന് യാത്ര പറയണം. അത്രേ വേണ്ടൂ. വരൂ. എഴുതേക്കടി. വേണ്ട, വഴക്ക് പറയണ്ട. മാഡം പൊക്കോളൂ. എഴുന്നേൽക്കൂ. എനിക്കറിയാതിരിക്കോ ഒരമ്മയുടെ സങ്കടം? ഞാനും 2 പ്രസവിച്ചതല്ലേ. അല്ലേ? 2, 3 അല്ല. നിന്റെ കുട്ടിയാ. നീ നൊന്ത് പ്രസവിച്ച കുട്ടി. ഞാൻ എത്ര ഒളിപ്പിച്ചാലും നിന്റെ പൂക്കൾക്കൊടി ബന്ധം മാറില്ല. അമ്മയാണ് സത്യം, അമ്മയാണ് സ്നേഹം എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു ചുഴി. മക്കൾക്കൊരിക്കലും മായച്ചു കളയാൻ കഴിയാത്ത ഒരു പൊക്കിൾ ചുഴി അവന്റെ ശരീരത്തിലുണ്ട്. അവന്റെ പെറ്റമ്മ കൊടുത്ത അടയാളം. അത് എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാനല്ല, നീയാ അതിലൂടെ അവന് ജീവൻ പകർന്നത്. നിന്നെ മറച്ച് ഈ ഭൂമിയിൽ എവിടെ കൊണ്ടു ചെന്ന് ഒളിപ്പിക്കും ഞാൻ അവനെ. വളർത്താൻ ആർക്കും പറ്റും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് വളർന്നോളും. ജന്മം കൊടുക്കുന്നതാ പുണ്യം. ആ പുണ്യം നിനക്കുണ്ട്. നിന്റെ മകൻ മിടുക്കനാ, അഴകും ആരോഗ്യവും ബുദ്ധിയുമുള്ളവൻ. വേണോ നിനക്കവനെ? തരണോ ഞാൻ? പറഞ്ഞാ മതി. ആ മുഖം ഓർത്ത് കിടക്കാൻ എനിക്ക് വേണം. തരാം. ശിക്ഷ കഴിഞ്ഞ് നീ പുറത്തു വാ. ഇനി 2-3 മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനും ഒന്ന് തയ്യാറെടുക്കട്ടെ.
ഓർക്കാതിരിക്കാൻ. എന്റെ മോനെ ഉപേക്ഷിക്കാൻ